ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു വീടിൻ്റെ കിച്ചണിലായിട്ടുള്ളത്. ഈ കിച്ചൺ ഇങ്ങനെ കാലിയൊക്കെ എടുക്കണ്ടേ ഞങ്ങൾ അടിമേലെ ഒന്നുമില്ലാതെ. നമ്മളെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റാക്ക് പൊളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലുള്ള ഗ്രാനൈറ്റൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നേരെ മാത്രമേ ഉള്ളൂ. നമുക്കിത് ഇങ്ങോട്ട് പോകണം എൽ ടൈപ്പിൽ. ഇവിടുത്തെ പെരക്കാരെ നമുക്ക് വിളിച്ചാണ് പറഞ്ഞു എനിക്കടാ ഇത്രല്ല അവിടെ വരെ റാക്ക് വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വാർക്കെന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു പരിപാടിയല്ല. അപ്പോൾ നമ്മളിവിടെ ചാനൽ അടിച്ചിക്കാണ്ട് അതിന് കുറേ സപ്പോർട്ട് കൊടുത്തിക്കാണ്ട് അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് വിരിക്കണ ഒരു പരിപാടിയാണ്. നമ്മൾ ആദ്യം ഗ്രാനൈറ്റ് വിരിക്കാനും വേണ്ടി ഇവിടെ ഫുള്ള് ചാനൽ അടിച്ച് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ചാനൽ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിൽ പറഞ്ഞാൽ ഗ്രൗട്ട് ഇട്ടാണ് നേരെ ഗ്രാനൈറ്റ് ഇട്ടാൽ മതി. ഇവിടെ നമ്മൾ ചാനൽ അടിച്ചിക്കാണ്ട് അതിൻ്റെ മേലെ പശ ഇട്ടുകാണ്ട് അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് വിരിച്ചാൽ മതി. അങ്ങനെ വിരിച്ച് കഴിഞ്ഞതിന് ശേഷം ആ മൂല മുതൽ ഈ മൂല വരെ ഒരു 12 ഇഞ്ച് വീതിയിൽ അത് പിന്നെ ഈ ഒരു ടൈൽസിൻ്റെ ഒരു ഹൈറ്റിൽ നമ്മളൊരു ബോക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന് കുറേ ഡോറും കൊടുത്തുകൊണ്ടല്ലേ അതേമാതിരി എൽ ടൈപ്പിൽ ഇങ്ങോട്ടും പോകട്ടോ. പഴയ ഒരു കിച്ചണ് മൊത്തത്തിലൊന്ന് മാറ്റം വരുത്തണേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, മാർബിൾ പണിക്കാർക്ക് ഗ്രാനൈറ്റ് വിരിക്കണ കോലത്തിൽ നമ്മളിവിടെ ചാനൽ അടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഒറ്റ നോട്ടത്തിൽ ഈ ടൈൽസ് നമുക്ക് ലെവലാണ് തോന്നൂലേ? ഇതിങ്ങനെ കണ്ടാൽ ലെവലിലാണ് ടൈൽസ് ഫിറ്റാക്കിയത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ ലെവൽ വെച്ചാൽ അത് നോക്കി അത് കാണിച്ചു ഔട്ടാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇത് ലെവലാണ് വിചാരിച്ചു, പക്ഷേ ഈ ടൈൽസ് മൊത്തത്തിൽ ഔട്ടായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ റാക്ക് അടിക്കണതിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ റാക്ക് അടിച്ച് ഇതിൻ്റെ മേലെ ഗ്രാനൈറ്റൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്കാറ്റിങ് കൊടുക്കേണ്ടി വരും. കാരണം ഇവിടുത്തെ ഹൈറ്റ് അല്ല ആ മൂലമുള്ളത്, ആ മൂലമത്തെ ഹൈറ്റ് അല്ല ഈ മൂലമുള്ളത്. അപ്പോൾ എന്താണ് ഈ പണിയൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയിലാക്കാൻ കഴിയൂല. ഒരു സ്കാറ്റിങ് ഇവിടെ വരും. ആ സ്കാറ്റിങ് വരുമ്പോൾ ആ ഒരു പൂർണ്ണത കിട്ടൂല. അതാണ് ഈ ടൈൽസൊക്കെ വെക്കുമ്പോൾ ആരാണെങ്കിലും ഏത് പണിക്കാരാണെങ്കിലും കറക്റ്റ് ലെവൽ നോക്കി വെക്കുക. ഇതിപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പ്രശ്നം നമ്മളിത് ഉണ്ടാക്കി പോകും, പക്ഷേ അതിൻ്റെ ആ ഒരു ഷേപ്പിനെ അത് ബാധിക്കും. വർക്ക് അങ്ങോട്ട് ഫിനിഷ് ആയപ്പോൾ ഗോൾഡ് ഹാൻഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എൽ ടൈപ്പ് കിച്ചണ് സെറ്റാക്കി വെച്ചത്. ഇതിൻ്റെ മേലത്തെ ബോക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോറ് തുറന്നാൽ തട്ടൊന്നുമില്ലാത്ത 2 ഡോറാണ്. പിന്നുള്ളത് പറഞ്ഞാൽ സിങ്കിൻ്റെ നേരെ മേലെ പാത്രമൊക്കെ വെക്കാൻ പറ്റിയ മേലേക്ക് തുറക്കുന്ന ഡോറാക്കി കൊടുത്ത് സ്റ്റീലിൻ്റെ സ്റ്റാൻഡൊക്കെ ഉള്ളിൽ നമ്മൾ സെറ്റാക്കി കൊടുത്ത്. പിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ഈ 2 ഡോറ് തുറന്നാൽ നമുക്ക് നടുവിലൊരു തട്ട്, കറക്റ്റ് നടുവല്ല നമ്മൾ പാത്രത്തിനനുസരിച്ചാണ് ആക്കി കൊടുത്തത്. പിന്നെ അതേമാതിരി തന്നെയാണ് അതിൻ്റെ അപ്പുറത്തുള്ള 2 ഡോറും അതിൻ്റെ നടുവിൽ തട്ട് കൊടുത്ത് അതിന് മറ്റേ കുപ്പിങ് പാത്രമൊക്കെ വെച്ചിരിക്കണേ. പിന്നെന്ന് പറഞ്ഞാൽ ഈ മൂലമ്മ നമ്മൾ മൈക്രോവനെ ഫിറ്റാക്കി കൊടുത്ത് അതിന് ഫിറ്റാക്കുന്ന കോലത്തിൽ നമ്മൾ ചെയ്തത്. അതിന് അടിയിൽ എൽ ടൈപ്പിൽ നമ്മൾ കൊടുത്ത് 3 ഡ്രോവർ കൊടുത്ത് അങ്ങനെ മൊത്തത്തിൽ സെറ്റാക്കിയ ഒരു വർക്കാട്ടത്.